ഹലോ, ഇത് കുറച്ച് നാൾ മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാനും മോനും കൂടെ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട ഡ്രൈവിങ്ങിലാണ്, കഷ്ടപ്പെട്ട ഡ്രൈവിങ്ങിലാണ്. കണ്ടോ, അവൻ്റെ കയ്യിൽ ക്യാമറ കൊടുത്തപ്പോഴത്തേനും അവൻ എന്നെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ വന്നത് കൊല്ലത്തുള്ള RP മാളിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവൻ കുറേ നാളുകൊണ്ട് RP മാൾ പോകണം എന്ന് പറയുന്നു. അങ്ങനെ അവസാനം സഹിക്കാൻ വയ്യാതെ കൊണ്ടുവന്നതാണ്. അപ്പോൾ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവനൊരു ഷർട്ട് എടുക്കാമെന്ന് വെച്ചിട്ടാണ് വന്നത്. ഞാൻ മുമ്പൊരിക്കൽ അവിടെ പോയപ്പോൾ നല്ല ഷർട്ട്, നല്ല കളക്ഷനൊക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അവനിത് ഈ ഷർട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു. വെക്കേഷനല്ലേ, അപ്പം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് അങ്ങനെ അത് മേടിച്ചു കൊടുത്തു. ഞാൻ 1-2 ചുരിദാറൊക്കെ ഇങ്ങനെ വെച്ച് നോക്കി, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട കളറില്ലായിരുന്നു. റെഡ് എനിക്ക് കുറേ എണ്ണം ഉള്ളതുകൊണ്ട് ഞാൻ റെഡ് എടുത്തില്ല. അപ്പോൾ അവൻ്റെ ഡ്രസ്സ് മാത്രം വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ അടുത്ത് എങ്ങോട്ടായിരിക്കും പോകുന്നത്, ഫുഡ് അടിക്കാൻ. ഇതിനാണ് അവൻ മെയിനായിട്ട് എൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, കോളേജിലൊരു ഇതിനായിട്ട് ഞാൻ പോയ സമയത്ത് ഞങ്ങൾ 1-2 സാധനമൊക്കെ ട്രൈ ചെയ്തു. അപ്പോൾ അവന് അന്ന് മുതൽ പരാതിയാണ്, അവന് വാങ്ങിച്ചു കൊടുത്തില്ല, അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഓറിയോയുടെ ഷേക്കാണ്, നല്ല ഷേക്കായിരുന്നു, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഞാനിത് താലം കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവരുന്നത് ഒരു കോംബോ ആണ് കേട്ടോ. 200 സംതിങ് ആയിരുന്നു റേറ്റ്. 2 ബർഗറും ഫ്രൈസും അതിൻ്റെ കൂടെ 2 പെപ്സിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് വർത്തായിട്ട് തോന്നി, നല്ലതായിട്ട് തോന്നി. ഷേക്ക് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, നല്ലതായിരുന്നു. പിന്നെ ഈ കോംബോയിലുള്ള ബർഗറും കാര്യങ്ങളും ഒക്കെ നല്ലതായിരുന്നു. ഈ ഒരു സാധനത്തിനാണ് അവനെ മെയിനായിട്ട് അവൻ വന്നത്, ലോഡഡ് ഫ്രൈസ്. പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല, വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നിറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടേക്കുണ്ട്. അപ്പോൾ എരി കാരണം ഒരു തവണ നമ്മളിങ്ങനെ ടേസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. ഞാൻ വെച്ചാൽ ഇത്ര എരിവൊന്നുമില്ലായിരുന്നു, അത്യാവശ്യം നല്ല എരിവായിരുന്നു കേട്ടോ. ആ ഷേക്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ബർഗറൊക്കെ കഴിച്ചു. ബർഗറൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. ബർഗറൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്കുള്ള പാഴ്സലൊക്കെ മേടിച്ചിട്ട് പിന്നെ അവന് ഗെയിം കളിക്കണം എന്ന് കുറേ നാളുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ഗെയിം അവിടെ വലിയ അങ്ങനെ 300 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 5 ഗെയിമൊക്കെ കളിക്കട്ടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ തിരിച്ചു പോയത്. അപ്പോൾ അത്രയും ടാറ്റാ.